ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്താണ് അതെ, ഒരു കുട്ടി സർപ്രൈസ് ആണ്. സർപ്രൈസ് എന്ന് പറയാനൊന്നും പറ്റില്ല. എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞിട്ട് വരുന്നൊരു ദിവസമാണ്. അപ്പം എനിക്ക് തോന്നി ഇന്ന് തന്നെ ചൂടോടെ ആ വീഡിയോ അങ്ങ് എടുത്തേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, കുറെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു ഗുമ്മങ്ങ് പോകും. അപ്പൊ നമുക്ക് അധികം വാചകം അടിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ടോട്ടലി എന്താ പറയാ, ഞാൻ എങ്ങനെ യെസ് ഗൈസ്, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഒരു ഡിസിഷനിലായിരുന്നു കഴിഞ്ഞൊരു അറൗണ്ട് ഒരു 1 ഇയർ ആയിട്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറെ അധികം പ്രിപ്പറേഷൻസ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് VFSല് എന്താ പറയാ അപ്പോയിന്റ്മെന്റ് ഉള്ള ദിവസമായിരുന്നു. 3 PM അപ്പോയിന്റ്മെന്റ്. രവിപുരത്ത് വെച്ചിട്ടായിരുന്നു, നമ്മുടെ കൊച്ചി VFSൽ തന്നെയായിരുന്നു. സോ പൊതുവെ ഇപ്പൊ എല്ലാവർക്കും സ്ലോട്ട്സ് കിട്ടാൻ നല്ല ടഫാണ്. അപ്പൊ എനിക്കൊരു മെയ് സംതിങ്ങിന് ഓഫർ ലെറ്റർ കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ സ്ലോട്ട് എടുത്തതുകൊണ്ട് എനിക്ക് ഓഗസ്റ്റ് 2 ആയപ്പം സ്ലോട്ട് കിട്ടി. പിന്നെ ഞാൻ ഓഗസ്റ്റ് 2 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവുക അറൗണ്ട് ഒരു നവംബർ ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. കാരണം ആ ഒരു ടൈമിലായിരിക്കുമല്ലോ നിങ്ങൾ അടുത്ത ഇൻടേക്സുകാരിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചൂടോട് അന്വേഷിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയാം. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പോയി വന്നതല്ലേ, അപ്പൊ കൈയുടനെ വീഡിയോയിൽ അങ്ങെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. ആൻഡ് എന്താ പറയാ, എനിക്ക് 3 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. ഞാൻ അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു അറൗണ്ട് ഞാനൊരു 1:30-2 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ MG റോഡ് ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം സെൻട്രൽ സ്ക്വയർ മാളിലൊക്കെ പോയി ചിൽ ഔട്ട് ചെയ്തു. കാര്യം അടുത്താണ്, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ടൈം ഒന്ന് മാനേജ് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഡോക്യുമെന്റ്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്ത് എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പൊ കുഴപ്പമില്ല, എല്ലാ ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയാണ്, എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു 2:15 ആയപ്പോ അവിടെ നിന്ന് ഇറങ്ങി ഒരു 2:30 അടുപ്പിച്ച് VFSന്റെ അവിടെ എത്തി. VFSന്റെ അവിടെ എത്തിയപ്പോൾ നല്ല അത്യാവശ്യം ഒരു ക്രൗഡഡ് ഡേ തന്നെയായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറെ പേര് പുറമെ ഗേറ്റിന്റെ പുറത്ത് തന്നെയായിരുന്നു നിൽക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ. പാരന്റ്സിനെയോ ലോക്കൽ ഗാർഡിയൻസിനെയോ ഫ്രണ്ട്സിനെയോ വേറെ ആരെയും കയറ്റില്ല. അപ്പം ഞാനും ഫ്രണ്ടും കൂടെയാണ് പോയത്. ഫ്രണ്ട് മീൻസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാ പോയത്. അപ്പൊ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പോയതാ. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. അപ്പൊ ചെന്നപ്പോ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാനും ആദ്യം ക്യൂവിൽ ഇങ്ങനെ നിൽക്കാമെന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ പക്ഷെ എനിക്ക് പ്രീമിയം ചെയ്താൽ കൊള്ളാം എന്നൊരു ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ക്വിക്കായിട്ട് അറിയാൻ പറ്റും. പിന്നെ പ്രൊസീജിയർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്, അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ പ്രീമിയം ആണ് ചൂസ് ചെയ്യാമെന്ന് മൈൻഡിൽ വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ തന്നെ ഒരു സെക്യൂരിറ്റി വന്ന് ഇങ്ങനെ സെക്യൂരിറ്റി ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ കൺട്രീസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. UK, ഫ്രാൻസ്, അത്യാവശ്യം UK, ഫ്രാൻസ് അങ്ങനെ ഓരോ കൺട്രീസിലേക്ക് ഇന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 1-2 പേരോടൊക്കെ ചോദിച്ചു. ജർമ്മനി ആണെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ എന്നോടും ചോദിച്ചു. അപ്പൊ ഞാനും പറഞ്ഞു ജർമ്മനി ആണെന്ന്. ഞാൻ ജർമ്മനിയിലോട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ജർമ്മനിയുടെ പെർക്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഞാൻ കൂടുതൽ വിശദീകരിക്കണല്ലോ. അപ്പൊ അങ്ങനെ ഞാനും പറഞ്ഞു ജർമ്മനി ആണെന്ന്. അപ്പൊ പറഞ്ഞു വെയിറ്റ് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് ടൈം ആവുന്നതേ ഉള്ളൂ, അപ്പോയിന്റ്മെന്റ് ടൈം ആവുമ്പോഴത്തേക്കും വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എനിക്കപ്പം എന്താണ് സോറി പ്രീമിയം സർവീസ് പ്രീ ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രീ ബുക്കിംഗ് ഒന്നും ചെയ്തില്ല. കാര്യം ഓൺലൈൻ വഴി ആവുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. കാര്യം ഒരു ലിങ്ക് ഒക്കെ VFSന്ന് തരും. അപ്പം അതെനിക്ക് ട്രസ്റ്റിംഗ് അല്ല, എനിക്കൊരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് പ്രീമിയം എടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് തന്നെ എടുക്കാം. ചിലപ്പോൾ നിങ്ങളെ തലേ ദിവസമേ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ VFSന്ന് വിളിക്കും. ലൈക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അവിടെ പോയി ലൈവായിട്ട് എടുക്കാം എന്നതേ ഉള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. ചിലപ്പോൾ അവർ പറയും നല്ല തിരക്കുണ്ടാവും, റഷ് ഉണ്ടാവും, പ്രീമിയം ലിമിറ്റഡ് ആയിരിക്കും, നിങ്ങൾ എപ്പോഴും ബുക്ക് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, പ്രീമിയം എടുക്കണമെന്നുള്ളവർക്ക് അവിടെ പോയി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞ് ആളിങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രീമിയം എടുക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പ്രീമിയം എടുക്കാനാണെങ്കിൽ ഉള്ളിലേക്ക് പോന്നോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ സോറി അങ്ങനെ ഞാൻ അവിടെ ചെന്നു. നേരി ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നാൽ മതി എന്നുള്ള രീതി പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരെന്നോട് പാസ്പോർട്ടും എൻ്റെ
അപ്പോയിന്റ്മെന്റ് ലെറ്റർ, വിസ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ ചോദിച്ചു. അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞു. പ്രീമിയം ലോഞ്ച് ആണെന്ന് പറഞ്ഞു. അവരത് എനിക്ക് ഒരു ടോക്കൺ ഒക്കെ തന്നു. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും നമ്മുടെ ബോഡി ചെക്കിങ്ങും ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വെച്ച് സ്കാൻ ഒക്കെ ചെയ്തതിന് ഉള്ളിലേക്ക് കടത്തി വിട്ടു. എന്നിട്ട് പറഞ്ഞു പ്രീമിയം ലോഞ്ച് അവിടെയാണ്, അവിടേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നിട്ട് ഞാൻ ലോഞ്ചിൽ കയറി കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പം എന്താണ് പിന്നെ പ്രീമിയം ലോഞ്ച് ആയതുകൊണ്ട് തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഒന്നുമില്ല, പക്ഷെ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാനുള്ള കോഫി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കോഫി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. അതൊക്കെ എന്തായാലും എല്ലാം നമ്മുടെ ഈ പ്രീമിയം സർവീസിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ എടുത്തതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്കും എന്റെ ടോക്കൺ നമ്പർ ഇങ്ങനെ വിളിച്ചു. അങ്ങനെ അവിടേക്ക് ചെന്നു. വേറെ റൂമുണ്ട്. ആ റൂമിൽ ചെന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആദ്യം എന്റെ ഒരു സെറ്റ് കോപ്പി, എല്ലാ ഡോക്യുമെന്റ്സിന്റെയും കോപ്പി ചോദിച്ചു. ഞാൻ കൊടുത്തു. പിന്നെ എന്താ അതുപോലെ അടുത്ത സെറ്റ് ഓഫ് സെയിം ഡോക്യുമെന്റ്സിൽ തന്നെ അടുത്ത സെറ്റ്, അങ്ങനെ 2 സെറ്റ് ഓഫ് കോപ്പി അവർ ചോദിച്ചു. പിന്നെ VFS നിന്നും കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫില്ലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ബ്ലോക്ക് അക്കൗണ്ടിന്റെ ഒരു കൺഫർമേഷൻ ഫോമും പിന്നെ അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഫോംസ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അത് എന്ത് പേപ്പേഴ്സ് ആയതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ. അങ്ങനെ അതൊക്കെ ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ എന്നോട് പറഞ്ഞു ലൈക്ക് എന്താണ് ഇങ്ങനെ എന്താ എൻ്റെ ബേസിക് ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അവർ കുറച്ച് ഡോക്യുമെന്റ്സും കൂടെ അഡീഷൻ വന്നിട്ട് ഇതൊക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്സ് എടുക്കണം. അപ്പൊ ബയോമെട്രിക്സിന്റെ ആ സെക്ഷനിലേക്ക് പോയിക്കോളൂ. ഒരു റൂം നമ്പർ എന്താണ് 3-4 ആ ഒരു പാർട്ടിലാണ് ജർമ്മനിയുടെ ഒക്കെ വരിക. അപ്പൊ ആ ഒരു ഭാഗത്ത് പോയിരുന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. അവിടേക്ക് ചെന്നപ്പോഴേക്ക് അവിടെ നല്ല ആൾക്കാരുണ്ട്. ശരിക്കും നോർമലിന്റെ ഇതും പ്രീമിയം സർവീസിലും ഒക്കെ എന്താണ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ശരിക്കും 12 മണിക്ക് നോർമൽ സർവീസിൽ വന്ന ആൾക്കാരുടെ ബയോമെട്രിക്സ് അപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഏകദേശം ഒരു 3:45 ആയിണ്ടാവും. 3:30 ആ ഒരു ടൈമായി. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഇരുന്നു. അവിടെ ചെന്ന് കുറച്ചു നേരം നോക്കി ഞാൻ ബാക്കി ഫോംസ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തു. അപ്പൊ എനിക്ക് പിന്നെ കുറച്ച് ഡൗട്ടൊക്കെ വന്നു. ചെയ്ത ഡോക്യുമെന്റ്സിൽ കുറച്ച് ആപ്ലിക്കേഷൻ നമ്പേഴ്സിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതിയെ എന്താണ് വീണ്ടും റിസപ്ഷന്റെ ആ ഒരു ഡെസ്ക് പോലെ ഉണ്ട്, നിങ്ങൾക്ക് ലോഞ്ചിൽ കയറുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അവിടെ ചെന്ന് എന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അങ്ങനെ ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ബയോമെട്രിക് സെക്ഷന്റെ അവിടെ തന്നെ പോയിരുന്നാൽ മതി, കാര്യം അവര് പേരായിരിക്കും വിളിക്കുക. അപ്പൊ അവിടെ ആളില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ അവിടെ പോയി ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് പോയിരുന്നു. അവിടെ പോയി ഇരുന്നതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത ആളിങ്ങനെ വിളിക്കും. അങ്ങനെ എന്റെ ടൈമായി. അങ്ങനെ ഞാൻ പോയി എന്റെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം അപ്പൊ അവിടെ ഓൾറെഡി ഫയലായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവരൊന്നും കൂടെ റീചെക്ക് ചെയ്തു, സൈസ് ഒക്കെ കറക്റ്റ് അല്ലേ അങ്ങനെയൊക്കെ നോക്കി. പിന്നെ എന്താണ് എന്റെ തമ്പും പിന്നെ 4 വിരളൊക്കെ ഇങ്ങനെ എടുത്തു. ഫിംഗേഴ്സിന്റെ ഒക്കെ കറക്റ്റ് മാച്ച് ചെയ്തെടുത്തു. പിന്നെ ആദ്യം എനിക്ക് സ്കാൻ ആയില്ല. പിന്നെ ആളിങ്ങനെ പറഞ്ഞു കുറച്ചുകൂടെ സാനിറ്റൈസ് ചെയ്തൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്കാൻ ചെയ്തു. പിന്നെ ഓവറോൾ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബയോമെട്രിക്സ് തീർന്നു, എല്ലാം കഴിഞ്ഞു, ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റും അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം. കാര്യം അവരുടെ വെരിഫിക്കേഷൻ കാര്യത്തിന്, കാരണം പാസ്പോർട്ടിൽ വേണമല്ലോ വിസ സ്റ്റാമ്പ് ചെയ്ത് വരാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു. പിന്നെ അത് നമ്മുടെ എന്താണ് VFSന്റെ ഒരു ലിസ്റ്റ് ഫോം ഉണ്ട്, അതിൽ നമുക്ക് റിമാർക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചായിരിക്കും നമുക്ക് കൊറിയറിൽ വരിക. അപ്പം അതിനു മുമ്പ് തന്നെ പ്രീമിയം സർവീസ് ആണെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവർ നോക്കും നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ, നമ്മുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സിൽ കൊറിയർ ഡെലിവറബിൾ ആണോ, അവിടെ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ളത് എവിടെയാണ് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ബ്ലൂ ഡാർട്ട് ആണ് മെയിൻ ആയിട്ട് കൊറിയർ ഏജൻസി ഇങ്ങനെ പാസ്പോർട്ടിന്റെ ഒക്കെ വരുന്നത്. അപ്പം എന്റെ നാട്ടില് സാധാ ചെറിയൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ഡെലിവർ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ എന്താണ് കൊല്ലം മെയിൻ ആയിട്ടുള്ള ബ്ലൂ ഡാർട്ടിന്റെ ആണ് അവർ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു അവിടേക്ക് വരും എന്നിങ്ങനെ രീതിയിൽ പറഞ്ഞു.
അപ്പം നമ്മുടെ കൊറിയറും ബാക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജൻസി ഒന്നുകിൽ നിങ്ങളുടെ ഏജൻസി സജസ്റ്റ് ചെയ്യണ രീതിയിൽ ചെയ്യുക. അതായത് ഇപ്പം ലൈക്ക് നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക, കൊടുക്കുക. അപ്പൊ അവിടെ എന്നാലേ അറിയാൻ പറ്റും അവിടെ ഡെലിവർ ആവുന്നതാണോ ആവില്ലയോ എന്നൊക്കെ. പിന്നെ മാരീഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ 2 അഡ്രസ്സ് ചൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിള് വേറെ മറ്റേ ഇപ്പം ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് അതും ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് നമുക്ക് കളക്ട് ചെയ്യാനുള്ള സൗകര്യത്തിന്. പിന്നെ നമ്മൾ തന്നെ ഡയറക്റ്റ് കൊറിയർ സർവീസിൽ പോയി വാങ്ങിക്കണം, എന്താണ് അല്ലാണ്ട് വീട്ടിൽ കൊണ്ടു തരില്ല. അപ്പൊ അങ്ങനെ അതും അവര് പറയും നേരിട്ട് വന്ന് വാങ്ങിക്കണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അങ്ങനത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഓവറോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ VFXൽ നടക്കുന്നത്. പിന്നെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പം നമ്മുടെ 10th ഡോക്യുമെന്റ്, അതായത് 10th സർട്ടിഫിക്കറ്റ്, 12th പിന്നെ 12th ഞാനിപ്പോ CBSE ആയിരുന്നു. അപ്പം സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് സെപ്പറേറ്റ് ആണ് CBSEക്ക്. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ ഈ ബോർഡ് എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഞാനിപ്പം MSc ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഠിച്ചത് BTech ആണ്. അപ്പൊ എന്റെ BTechന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണ് പ്രൊവിഷണൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. പിന്നെ എന്താണ് നമ്മുടെ സെമസ്റ്റർ വൈസ് ഉള്ള മാർക്ക് ഷീറ്റുകൾ. അപ്പം എന്താണ് സെമസ്റ്റർ വൈസ് ഉള്ള മാർക്ക് ഷീറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താണ് മാർക്കും ഗ്രേഡും ക്രെഡിറ്റ്സും ഒന്നും ഇല്ലാത്തവർ, അതായത് ജസ്റ്റ് ഇപ്പം ചില യൂണിവേഴ്സിറ്റികളാണ് ജസ്റ്റ് ക്രെഡിറ്റും ഗ്രേഡും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള കേസിലാണെങ്കിൽ നിങ്ങൾ എന്താ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് കൊടുത്തിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ബെറ്റർ ട്രാൻസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യാം. മാൻഡേറ്ററി ആണ്. എല്ലാവർക്കും ട്രാൻസ്ക്രിപ്റ്റ് വേണ്ട, പക്ഷെ ഇങ്ങനെ മാർക്സ് ഡീറ്റെയിൽ ആയിട്ട് ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വേണം. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റഡി അബ്രോഡിന്റെ പരിപാടികളൊക്കെ തുടങ്ങുമ്പോഴേ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. കാരണം പല യൂണിവേഴ്സിറ്റിയിലും ട്രാൻസ്ക്രിപ്റ്റ് കിട്ടാൻ വളരെയധികം ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ അവസാനം അതിന് കടന്നു വേണ്ടി ഓടണ്ടല്ലോ. പിന്നെ ജർമ്മനി ആയതുകൊണ്ട് തന്നെ APS സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. APSന്റെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം സ്റ്റിൽ ഞാനിങ്ങനെ ഇന്ന് സംഭവങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങള് ഇനിയിപ്പോ എന്താവും, വിസ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വിസ കിട്ടുവാണെങ്കിൽ അന്നേരത്തെ എക്സൈറ്റ്മെന്റും ബാക്കി കാര്യങ്ങളും എന്താണെന്നറിയില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാര്യം. എന്തായാലും എല്ലാ കാര്യങ്ങളും എന്റെ വീഡിയോയിൽ ഞാൻ പറയണതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ APS സർട്ടിഫിക്കറ്റ്സും ബാക്കി കൺസോൾഡേറ്റഡും വേറെ ഒന്നുമല്ല ഗൈസ്, പുറത്ത് ബെല്ലടിച്ചതാണ്, അലാം അടിച്ചതാണ്. അപ്പം ഫുഡ് ടൈം തീർന്നു, അതിന്റെ അലാമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇനി മൈക്ക് ഉള്ളതുകൊണ്ട് കേട്ട് കാണും അറിയില്ല എനിക്കൊന്നും. അപ്പൊ എന്തായാലും കേട്ടെങ്കിൽ അത് ഇവിടുത്തെ ഫുഡിന്റെ അലാം ആണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കും. ഇടയ്ക്കിടയ്ക്കല്ല, ഫുഡ് ടൈമിന്റെ ടൈമിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അത് പോട്ടെ. പിന്നെ അപ്പം ഇതൊക്കെയാണ് കാര്യം. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കരുതുക. ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കരുതുക. ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ഓഫർ ലെറ്റേഴ്സ് കാര്യങ്ങൾ ഒക്കെ കരുതുക. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും വേണം. പിന്നെ നമ്മുടെ ബ്ലോക്ക് അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേപ്പർ കിട്ടും, അത് കൊണ്ടുവരിക. പിന്നെ എന്താ ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അതിന്റെയൊക്കെ എന്താ പറയാ കോപ്പീസും കാര്യങ്ങളും എല്ലാം കരുതിയിട്ടുണ്ടാവണം. പിന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും വേണം. നിങ്ങൾക്ക് ധൈര്യത്തിന് എല്ലാ ഡോക്യുമെന്റും എടുത്ത് വെച്ച് 2 sets ഓഫ് കോപ്പിയാണ് അവിടെ ചോദിക്കുന്നത്. ഒറിജിനൽ ആയിട്ട് എന്റെ അടുത്ത് BTech സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചത്. പിന്നെ പാസ്പോർട്ട് ജനറലി നമ്മളവിടെ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറെ പേർക്ക് വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഡൗട്ട് ആണ്, പ്രീമിയം ചൂസ് ചെയ്യണോ നോർമൽ ചൂസ് ചെയ്യണോ എന്നുള്ളത്. ഞാൻ നോർമൽ ചൂസ് ചെയ്യാത്തതിന് 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നോർമൽ സർവീസ് ആകുമ്പം എന്താണ് നമുക്ക് ഫോണിൽ അങ്ങനെ SMS വരില്ല. ലൈക്ക് എന്താണ് ഈ പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ, ഈ വിസയുടെ കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ട് SMS ത്രൂ വരില്ല. പക്ഷെ പ്രീമിയം ആകുമ്പം എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഇൻഫോസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നോർമൽ ആവുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൽ ID കൊടുത്താൽ മതിയല്ലോ, അതിന് വരുമല്ലോ എന്നൊക്കെ. പക്ഷെ മെജോറിറ്റി ആൾക്കാരും ചിലപ്പോൾ ഏജൻസി ത്രൂസ് ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുന്നവരാകുമ്പോൾ നമ്മുടെ ഏജൻസീസ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതാവുമ്പോൾ ചിലപ്പം ഓൾമോസ്റ്റ് മെജോറിറ്റി ഏജൻസീസും അവര് നമുക്ക് ക്രെഡൻഷ്യൽസ് ആ ടൈമിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ റെഡി ടു ഗോ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ക്രെഡൻഷ്യൽ ഷെയർ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു
എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പ്രീമിയം ചെയ്തത്. അതാവുമ്പോ എന്റെ ഫോണിൽ എനിക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് വേറെ ടെൻഷൻ ഒന്നും വേണ്ട. സോ ഞാൻ അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യംന്ന് വെച്ചാല് ഒരുപാട് ടൈം നിക്കണ്ട. നല്ല റഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ ആ അപ്പോയിന്റ്മെന്റ് ടൈമില് മാത്രാണ് നമ്മളെ ഉള്ളില് കേറ്റുക. ഇപ്പൊ എനിക്കിപ്പോ 3 മണിയാണെങ്കിലും 3 മണിയായാലും അതിന്റെ ഉള്ളിൽ കേറ്റണം എന്നില്ല. അതിന്റെ ഉള്ളില് രാവിലെ വന്നവരുണ്ടെങ്കിൽ അവരെ കഴിഞ്ഞിട്ടേ നമ്മളെ കേറ്റുള്ളൂ. അപ്പം സോ വെറുതെ അവിടെ നിക്കണ്ടാന്ന് തോന്നി. പിന്നെ എനിക്ക് തിരിച്ച് ഹോസ്റ്റലിൽ വരണം. ഞാൻ കളമശ്ശേരിയാണ് വർക്ക് ചെയ്യണേ. അപ്പൊ എനിക്ക് തിരിച്ചു വരണം ഹോസ്റ്റലിൽ. അപ്പം അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രീമിയം ചൂസ് ചെയ്തത്. നിങ്ങക്ക് ഏത് സർവീസ് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നോർമൽ ആണെങ്കിൽ അതിൻ്റെതായ കുറച്ച് ഡിലേയ്സും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം രാവിലെയൊക്കെ വരുന്നവരോ രാവിലെയൊക്കെയാണ് അപ്പോയിന്റ്മെന്റ് എങ്കിൽ കുഴപ്പമില്ല. പിന്നെ എറണാകുളത്തൊക്കെ വീടുള്ളവർക്കാണെങ്കിലും കുഴപ്പമില്ല. ദൂരെ നിന്നൊക്കെ തിരിച്ചു പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് വരുന്നവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പ്രീമിയം ബെസ്റ്റ് ആണ്. പിന്നെ പ്രീമിയം ആവുമ്പം ഒരു 2750 റുപ്പീസ് വരും, എക്സ്ട്രാ വരും. അത് ഈ ലോഞ്ച് വരുന്നത് കൊണ്ടാണ്. എനിക്ക് ടോട്ടലി VFS ഒരു 10,460 സംതിങ് ആണ് എനിക്കായ എമൗണ്ട് ടോട്ടൽ. അതായത് വിസയുടെ ആപ്ലിക്കേഷൻ ഫീസും ഈ പ്രീമിയം ലോഞ്ചും എല്ലാം കൂടി കൂട്ടി. അതായത് ഇന്നത്തെ ഒരു 75 യൂറോ ആകുമ്പോൾ ഇന്നത്തെ ഒരു യൂറോ റേറ്റിനനുസരിച്ചിട്ടാണ് എന്താണ് വിസയുടെ ഇത് വരിക. അപ്പം ഞാൻ അങ്ങനെ പേയ്മെന്റ് ഒക്കെ ഇങ്ങനെ നടത്തി. സ്ലിപ്പൊക്കെ പിന്നെ അവിടെ ഇങ്ങനെ നമ്മള് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും ഓൾറെഡി പെയ്ഡ് ആണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തത്. പിന്നെ പ്രീമിയം ആവുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. നോർമൽ ആവുമ്പം നമ്മളിങ്ങനെ പുറത്ത് തന്നെ നിന്ന് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അധികം തിരക്കൊന്നും ഇല്ലാത്തവർക്ക് ആ കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണെങ്കിൽ നോർമൽ ചൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പ്രീമിയം എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് ഇന്ന് ഇപ്പൊ ഞാൻ എന്താ പറയാ ഒരു 7 ആയപ്പോഴാണ് എത്തിയത്. അപ്പൊ ഇപ്പം കുഴപ്പമില്ല. ഈ ഒരു ഡ്രസ്സും ഗെറ്റപ്പും ഒക്കെ എനിക്ക് ഇഷ്ടമായോണ്ട് ഈ ഒരു ഗെറ്റപ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇതിനിപ്പം ഞാൻ ഉടനെ ഒന്നും പോസ്റ്റ് ചെയ്യില്ല. നോക്കട്ടെ, വിസയൊക്കെ വരികയാണെങ്കിൽ അതും വന്നതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇപ്പൊ ഈ പറയുന്നതിന്റെ കൂടെ ചേർത്ത് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഇടുക. അപ്പൊ ഇതാണ് എന്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഇന്ന് VFS പോയപ്പോഴുള്ളത്. അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഡോക്യുമെന്റ്സ് എല്ലാം പക്കയായിട്ട് കരുതിയിട്ടുണ്ടാവണം. ബ്ലോക്ക് അക്കൗണ്ടിന്റെ ആണെങ്കിലും എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. APS സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തിട്ടുണ്ടാവണം. കാരണം പൊതുവെ APSന് കുറച്ച് ഡിലേ വരാറുണ്ട്. പിന്നെ ഈ വർഷം വലിയ ഡിലേ വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി എന്നൊക്കെ വെരിഫൈ ചെയ്ത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് വലിയ ഡിലേ ഒന്നും വന്നിട്ടില്ല. അപ്പം എന്തായാലും ഇനി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ LOM, കവർ ലെറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. ഞാൻ എന്തായാലും ഇതിൽ എന്റെ വീഡിയോയിൽ ഫുള്ളി ഡോക്യുമെന്റേഷന്റെ അധികം പറഞ്ഞിട്ടില്ല. ഡോക്യുമെന്റേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയും. കാര്യം ഞാനിങ്ങനെ ഓവറോൾ പറഞ്ഞു വന്നപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. സോ എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് എല്ലാം പറയുന്നതാണ്. അപ്പൊ നോക്കാം, ലെറ്റ്സ് സീ. സംഭവിക്കില്ല എന്നൊന്നും അറിയില്ല. എല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ എടുത്തു പോവാണ്.